അമ്മൂമ്മ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. കുട്ടിപ്പാട്ടുകൾ പാടാനും കുട്ടിക്കഥകൾ ചൊല്ലാനും നമുക്കുണ്ടേ സുന്ദരി അമ്മൂമ്മ, നമ്മുടെ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. അമ്മൂമ്മ അമ്മൂമ്മ സരസമ്മൂമ്മ. സരസമ്മൂമ്മ. നമസ്കാരം കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്ന. അമ്മൂമ്മ കുറച്ചു നാളായി കൂട്ടുകാരെ കണ്ടിട്ട്. ഒരു ഗൾഫ് യാത്ര പോയിരുന്നു. അവിടെ കണ്ട കാഴ്ചകളെല്ലാം കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ. ഈ പ്രാവശ്യം മുതൽ അമ്മൂമ്മയുടെ കൂടെ ഒരമ്മൂമ്മ കൂടി വന്നിട്ടുണ്ട്. കഥ കേൾക്കാൻ വന്നതാണ്. നമുക്ക് പരിചയപ്പെടാം. ഇതാണ് വിജയമ്മൂമ്മ. അമ്മൂമ്മയ്ക്ക് നമസ്കാരം പറഞ്ഞേ കൂട്ടുകാരെല്ലാം. നമസ്കാരം. വിജയമ്മൂമ്മ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇനി നമുക്ക് പിങ്കി ചേച്ചിയെ വിളിക്കാം. പിങ്കി ചേച്ചിയെ. ഞാനെത്തി. പിങ്കി ചേച്ചി എത്തിയല്ലോ. പിങ്കി ചേച്ചി കണ്ടോ നമ്മുടെ വിജയമ്മൂമ്മയെ? ഇതാണ് നമ്മുടെ വിജയമ്മൂമ്മ. നമസ്കാരം വിജയമ്മൂമ്മേ. നമസ്കാരം. ഇനി നമുക്ക് കടങ്കഥ കേൾക്കാം. കാണാത്തവർ കാണുമ്പോൾ കണ്ടതെല്ലാം വൈകുണ്ഠം. എന്താന്ന് മനസ്സിലായോ? മനസ്സിലായി. ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം എന്നല്ലേ? അത് തന്നെ. അയ്യോ, എനിക്കറിയാമായിരുന്നു. അത് സാരമല്ല. ഇന്നത്തെ കഥ എന്താ പിങ്കി ചേച്ചി? ഇന്നത്തെ കഥയാണ് ആട്ടിൻകുട്ടിയും പുലിയും. കഥ പറഞ്ഞു തുടങ്ങട്ടെ. ഒരു ആട്ടിൻകുട്ടി എല്ലാ ദിവസവും അടുത്തുള്ള മലഞ്ചെരുവിലെ കാട്ടിൽ തന്റെ കൂട്ടുകാരോടൊപ്പം പുല്ല് മേയുവാൻ പോകുമായിരുന്നു. വളരെ സന്തോഷത്തോടെ അവർ പാട്ടുപാടിയും നൃത്തം ചെയ്തും സമയം ചെലവഴിച്ചിരുന്നു. ഒരു പുലി ആ പ്രദേശത്ത് പതുങ്ങി നടന്നിരുന്നു. ചുറ്റിലുമുള്ള ഗ്രാമങ്ങളിലെ മൃഗങ്ങളെ ആക്രമിക്കുക ആ പുലിയുടെ പതിവായിരുന്നു. ദയക്കായി യാചിക്കുമെങ്കിലും പുലി അതൊന്നും ചെവിക്കൊള്ളില്ല. ഒരിക്കൽ നമ്മുടെ ആട്ടിൻകുട്ടിയുടെ പിറകിൽ പുലി പതുങ്ങിയെത്തി. ഇത് കണ്ട് ആട്ടിൻകുട്ടി പേടിച്ചു വിറച്ചു. അയ്യോ, പുലി എന്നെ പിടിക്കുമോ? അയ്യോ. ഭയന്നു പോയ ആട്ടിൻകുട്ടി രക്ഷപ്പെടുവാൻ തന്നാലാവും വിധം ശ്രമിച്ചു നോക്കി. എന്നാൽ സാധിച്ചില്ല. അപ്പോൾ ആട്ടിൻകുട്ടി ചിന്തിച്ചു, രക്ഷപ്പെടുവാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. അപ്പോൾ ആട്ടിൻകുട്ടിയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. ആട്ടിൻകുട്ടി ഓട്ടം നിർത്തിയിട്ട് തിരിഞ്ഞു നിന്നു. ചിരിച്ചുകൊണ്ട് പുലിയുടെ അരികിലേക്ക് ഓടിയെത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ശക്തനായ പുലി, ഒറ്റയടിക്ക് താങ്കൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാൻ സാധിക്കും. പക്ഷെ എന്നെ ഒന്ന് നോക്ക്, ഞാൻ എത്ര ബലമില്ലാത്തതാണ്. താങ്കളുടെ അത്രയും വേഗത്തിൽ ഓടാൻ പോലും എനിക്ക് സാധിക്കുകയില്ല. എന്നെ കൊല്ലുവാൻ സമയം കളയുന്നത് എന്തിനാണ്? അപ്പോൾ പുലി ആകെ ചിന്താക്കുഴപ്പത്തിലായി. പുലി ചോദിച്ചു, അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? തന്റെ ബുദ്ധി ഏറ്റെന്ന് ആട്ടിൻകുട്ടിക്ക് മനസ്സിലായി. ആട്ടിൻകുട്ടി പറഞ്ഞു, ആ കുന്നിൻ ചെരുവിന് അപ്പുറത്തേക്ക് നോക്കിക്കേ, തടിച്ചു കൊഴുത്ത ഒരു കാള അവിടെ മേയുന്നത്. അവനെ പിടികൂടിയാൽ താങ്കളുടെ ഇന്നത്തെ ശാപ്പാട് കുശാലാകും. ഇത് കേട്ടതും അത്യാഗ്രഹിയായ പുലി ആട്ടിൻകുട്ടിയെ വിട്ടിട്ട് കുന്നിൻ ചെരുവിലേക്ക് ഓടിപ്പോയി. തന്റെ ബുദ്ധി ഉപയോഗിച്ച് ആട്ടിൻകുട്ടി തന്റെ ജീവൻ രക്ഷിച്ച് തന്റെ കൂട്ടുകാരോടൊപ്പം ആഹ്ലാദത്തോടെ ഓടിപ്പോയി. അടുത്തൊരു കഥയുമായി പിങ്കി ചേച്ചി എത്താം. പിങ്കി ചേച്ചി പോട്ടെ. ടാറ്റാ. ഈ കഥയുടെ പാഠം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? വിജയമ്മയ്ക്ക് മനസ്സിലായോ? തക്ക സമയത്ത് ബുദ്ധി ഉപയോഗിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു. ആപത്ത് സമയത്തുള്ള ബുദ്ധിക്കാണ് വിജയം. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ കഥ? ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇതാണ് കാലിഡോസ്കോപ്പ്. ഇത് വെളിച്ചത്ത് വെച്ച് കണ്ണിൽ കൂടി നോക്കിയാൽ മുത്തുകളുടെ പല ഡിസൈനുകൾ
നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ. കാലിഡോസ്കോപ്പ് കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? പുതിയ ഒരു കഥയുമായി അമ്മമ്മ അടുത്ത ദിവസം വരാം. ടാറ്റാ.